ഹായ് ഹലോ എല്ലാവർക്കും സൈലം SSC RRBയിലേക്ക് സ്വാഗതം. സോ നമ്മൾ വീണ്ടും ഒരു ഒറ്റയടി സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണയുള്ള ഒറ്റയടി സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ കുറച്ച് പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറുകളും അതിൻ്റെ പേരുകളുമാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിപ്പോൾ SSC ആവട്ടെ RRB ആവട്ടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 100-ന് ശേഷമുള്ള മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറുകളും 118 വരെയാണ് നമുക്ക് മൂലകങ്ങളുള്ളത്, അവരുടെ പേരുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ മിക്കവാറും ഇതാരും നോക്കാത്തൊരു സെഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുള്ളത്. സോ ആദ്യം നമുക്ക് ആ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് ഏതൊക്കെയാണ്, മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടെ അറ്റോമിക് നമ്പർ നോക്കാം. 101-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് NCERT +1 ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണാൻ സാധിക്കും. 101-ാമത്തെ മൂലകത്തിന്റെ പേര്, അറ്റോമിക് നമ്പർ 101 വരുന്ന മൂലകത്തിന്റെ പേര് മെന്റലീവിയം എന്നാണ്. 118 ഏറ്റവും അവസാനിക്കുന്ന മൂലകം എന്ന് പറയുന്നത് ഓർഗനസോൺ എന്നുള്ളതാണ്. സോ ഇതെങ്ങനെയെങ്കിലും ഒരു കോഡിന്റെ രൂപത്തിൽ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല എക്സാം ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റാങ്ക് ഡിറ്റർമൈനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് വളരെ ഉയരത്തിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് ഈ ഒരു കോഡിലൂടെ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, സോ ആ ഒരു രീതി അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ ഒരു കഥ പോലെ നമുക്ക് ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. 101 അറ്റോമിക് നമ്പർ വരുന്ന മൂലകം എന്ന് പറയുന്നത് മെന്റലീവിയം എന്നാണ്. സോ അദ്ദേഹത്തെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 101 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 101 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ ഒരു ഗുരുദക്ഷിണയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ദക്ഷിണ കൊടുക്കുന്ന ഒരു സംഖ്യയാണ് 101 രൂപ എന്ന് പറയുന്നത്. പൊതുവെ ഗുരുക്കന്മാർക്കും ഗുരുസ്ഥാനീയർക്കും കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ 101 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരു എന്ന് പറയുന്നത് മെന്റലീവ് ആണ്. സോ അങ്ങനെ ആദ്യം ഫിക്സ് ചെയ്ത് വെക്കുക. മെന്റലീവിയം എന്ന് പറയുന്നത് 101 ആണ് അദ്ദേഹത്തിന്റെ അറ്റോമിക് നമ്പർ. ഈ മെന്റലീവിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 101 ആണ്. ഇനി ബാക്കിയുള്ള സെറ്റ് ഓഫ് എലമെന്റ്സ് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് നോക്കി വെക്കാം. ഈ ഒരു ചെറിയൊരു കഥ പോലെ ഇത് ഓർത്തിരിക്കുക. നമ്മുടെ മെന്റലീവിന് ശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വിചാരിക്കുക, മെന്റലീവിന് നോബൽ സമ്മാനം കിട്ടി. പക്ഷേ മെന്റലീവിന് നോബൽ സമ്മാനം കിട്ടിയതിൽ 2 പേർക്ക് വളരെ അസൂയ ഉണ്ടായിരുന്നു. പൊതുവെ നല്ല കാര്യം സംഭവിക്കുമ്പോൾ നമുക്കിടയിൽ തന്നെ പലർക്കും അസൂയ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ മെന്റലീവിന് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ 2 പേർക്ക് ഭയങ്കര അസൂയായി. ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറൻസിനും റുദർഫോർഡിനും ഭയങ്കര അസൂയായി. മെന്റലീവിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ലോറൻസിനും റുദർഫോർഡിനും അസൂയായി. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ലോറൻസും റുദർഫോർഡും എന്നുള്ള ആ ഓർഡറിൽ തന്നെ പഠിക്കണം. സോ ലോറൻസിനും റുദർഫോർഡിനും അസൂയായി. അവരെന്ത് ചെയ്തു? ഈ ഒരു നോബൽ സമ്മാനം ഒരു ഡബ്ബയിലാക്കി. ഡബ്ബ എന്ന് പറയുമ്പോൾ പാത്രം എന്ന് ഒരു അർത്ഥം ഉണ്ടല്ലോ. ഡബ്ബയിലാക്കി എവിടെ കൊണ്ടുപോയി കളഞ്ഞു? കടലിൽ കൊണ്ടുപോയി കളഞ്ഞു. ഇതാണ് ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. മെന്റലീവിന് നോബൽ സമ്മാനം കിട്ടി. ആ നോബൽ സമ്മാനം കിട്ടിയത് അസൂയ മൂത്ത ലോറൻസും റുദർഫോർഡും എന്ത് ചെയ്തു? നോബൽ സമ്മാനം ഒരു ഡബ്ബയിലാക്കിക്കൊണ്ട്, ഒരു പാത്രത്തിലാക്കിക്കൊണ്ട് കടലിൽ കൊണ്ടുപോയി കളഞ്ഞു, സീയിൽ കൊണ്ടുപോയി കളഞ്ഞു. സോ മെന്റലീവിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 101. 102 നോബലിലേക്കാണ് നമ്മൾ വരുന്നത്. സോ അയാളുടെ പേര് നൊബേലിയം. 103 എന്ന് പറയുന്ന നേരം ലോറൻസ് എന്ന് പറയുന്ന പേരാണ് ലോറൻഷ്യം. 104 റുദർഫോർഡിലേക്ക് നമ്മൾ എത്തും. സോ റുദർഫോർഡിയം. 105 ഡബ് എന്നുള്ള പേരാണ് ഡുബിനിയം എന്നുള്ള രീതിയിൽ നമുക്കത് ഓർത്തിരിക്കാം. ആൻഡ് 106 എന്താണ്? സീബോറിയം. സോ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. 101 തൊട്ട് 106 വരെയുള്ള ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത സബ്സെക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 107 തൊട്ട് 110 വരെയുള്ള മൂലകൾ നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ അടുത്ത സെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് 107 തൊട്ട് 110 വരെയുള്ള മൂലകങ്ങളെയാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പോലെ, ഒരു സിമ്പിൾ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് പോലെ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? നീൽസ് ബോർ. ഇദ്ദേഹം ഒരു മലയാളിയെ കണ്ടുമുട്ടുകയാണ്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഇംഗ്ലീഷിൽ പറയാണ്. ബോർ ഹാസ് മെറ്റ്. ആരെയാണ് കണ്ടുമുട്ടിയതെന്ന് അറിയോ? ധർമ്മജൻ. ബോർ ഹാസ് മെറ്റ് ധർമ്മജൻ എന്നുള്ള രീതിയിൽ ഓർത്തുക. ബോർ ഹാസ് മെറ്റ് ധർമ്മജൻ. സോ 107 ബോർ, 108 ഹാസ്, 109 മെറ്റ്, 110 ധർമ്മജൻ എന്നുള്ള രീതിയിൽ ആ ഒരു സീക്വൻസ് ആയിട്ട് ഓർത്തിരിക്കുക. സോ 107 ബോർ എന്ന് വരുമ്പോൾ അയാളുടെ പേരെന്താണ്? ബോറിയം. 108 ഹാസ് എന്ന് വരുമ്പോൾ അയാളുടെ പേര് ഹാസിയം.
109 മെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം മെയ്റ്റ്നേറിയം എന്നാണ് ഇയാളുടെ പേര്, മെയ്റ്റ്നേറിയം. 110 എന്താണ്? ഡാംസ്റ്റാഷ്യം എന്ന് പറയുന്ന മൂലകമാണ്, ഡാംസ്റ്റാഷ്യം. സോ 107 ബോറിയം, 108 ഹാസ്യം, 109 മെയ്റ്റ്നേറിയം ആൻഡ് 110 ഡാംസ്റ്റാഷ്യം. അടുത്ത സീക്വൻസ് ഓഫ് എലമെന്റ്സ് ആയി 107, 108, 109, 110. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 111 തൊട്ട് 118 വരെ ഫൈനൽ സെറ്റിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. 111 തൊട്ട് 118 വരെയുള്ള സെറ്റ് ഓഫ് എലമെന്റ്സ്. ഓക്കെ ഓക്കെ സോ 111 വരെ, 111 തൊട്ട് 118 വരെയുള്ള മൂലകങ്ങളെ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കുക? ജസ്റ്റ് ഫുട്ബോളിലെ കുറച്ച് ടേംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. സോ റൊണാൾഡോ കോപ്പ അമേരിക്ക ടൂർണമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൊണാൾഡോയും കേട്ടിട്ടുണ്ടോ? സോ റൊണാൾഡോ എന്ത് ചെയ്തു എന്നറിയോ? കോപ്പ അമേരിക്ക നിർത്താൻ ഫ്ലൈറ്റ് പിടിച്ച് എങ്ങോട്ടേക്ക് പോയി? മോസ്കോയിലേക്ക് പോയി. സോ റൊണാൾഡോ കോപ്പ അമേരിക്ക നിർത്താൻ ഫ്ലൈറ്റ് പിടിച്ച് മോസ്കോയിലേക്ക് പോയി. അപ്പൊ ഇത് കേട്ട ലിവർപൂള്, നമ്മുടെ വേറെ ക്ലബ്ബാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. ലിവർപൂൾ എന്ത് ചെയ്തു? ടെൻഷൻ അടിച്ച്, ലിവർപൂളിന് ഭയങ്കര ടെൻഷനായി ഇത് കേട്ടപ്പോൾ, ഓടി. ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. റൊണാൾഡോ കോപ്പ അമേരിക്ക നിർത്താൻ ഫ്ലൈറ്റ് പിടിച്ച് മോസ്കോയിലേക്ക് പോയി, ലിവർപൂൾ ടെൻഷൻ അടിച്ച് ഓടി. സോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത്? 110 വരെയുള്ള സെറ്റ് നേരത്തെ പഠിച്ചു, ഡാംസ്റ്റാഷ്യം വരെ. അപ്പോൾ റൊണാൾഡോ എന്ന് പറയുമ്പോൾ 111 വരും, കോപ്പ അമേരിക്ക 112, നിർത്താന്ന് പറയുമ്പോൾ 113, 114, 115, 116, 117, 118. ഓക്കെ, സോ നമ്മുടെ കോഡ് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 111 റൊണാൾഡോ റോൺജീനിയം എന്ന് ഓർത്തിരിക്കാം, റൊണാൾഡോ റോൺജീനിയം. 112 കോപ്പ അമേരിക്ക കോപ്പർനീഷ്യം. 113 നിർത്താൻ നിഹോണിയം. 114 ഫ്ലൈറ്റ് പിടിച്ച് ഫ്ലെറൂവിയം. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. 115 ഫ്ലൈറ്റ് പിടിച്ച് എങ്ങോട്ടാ പോയ? മോസ്കോയിലേക്ക്, മോസ്കോവിയം. 116 ഇത് കേട്ട ലിവർപൂൾ ആണ് അല്ലെ, ലിവർമോറിയം. 117 ടെൻഷൻ അടിച്ച്, ലിവർപൂൾ ടെൻഷൻ അടിച്ച, സോ ടെന്നസീൻ. 118 ഓർഗനസം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കോഡ് ഓർത്തിരിക്കുക. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 101 തൊട്ട് 106 വരെ. മെന്റലീവിന്റെ നോബൽ സമ്മാനം അസൂയമൂത്ത ലോറൻസും റുദർഫോർഡും ഒരു ഡബ്ബയിലാക്കി കടലിൽ കൊണ്ടുപോയി കളഞ്ഞു, സീൽ കൊണ്ടുപോയി കളഞ്ഞു. ഇനി അടുത്തത് ബോർ ഹാസ് മെറ്റ് ധർമ്മജൻ. ബോറിയം, ഹാസ്യം, മെയ്റ്റ്നേറിയം, ഡംസ്റ്റാഷ്യം. ദെൻ റൊണാൾഡോ കോപ്പ അമേരിക്ക നിർത്താൻ ഫ്ലൈറ്റ് പിടിച്ച് മോസ്കോയിലേക്ക് പോയി. ഇത് കേട്ട ലിവർപൂൾ ടെൻഷൻ അടിച്ച് ഓടി. സോ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ SSC എക്സാമിന് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അറ്റോമിക് നമ്പർ element of the periodic table is named after Alfred Nobel, the inventor of dynamite and the founder of Nobel Prize. നൊബേൽ പ്രൈസിന്റെ സ്ഥാപകനായിട്ടുള്ള, ഡൈനാമിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആൽഫ്രഡ് നോബലിന്റെ അനുസ്മരണാർത്ഥം ഒരു പേര് കിട്ടിയിട്ടുള്ള എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഏതാണെന്നാണ്. സോ നൊബേലിയം എന്നാണ് അയാളുടെ പേര്. നോബൽ എന്ന് പറയുന്ന പേരിൽ നിന്ന് വന്നിട്ടുള്ള മൂലത്തിന്റെ പേര് നൊബേലിയം എന്നാണ്. സോ നമ്മുടെ കഥ എന്താ? മെന്റലീവിന്റെ നോബൽ സമ്മാനം അല്ലെ. മെന്റലീവ് നമുക്കറിയാം 101 പീരിയോഡിക് ടേബിളിന്റെ ഗുരുസ്ഥാനീയത്തിനുള്ള അല്ലെങ്കിൽ പിതാവായിട്ട് നമ്മൾ അനുമാനിക്കുന്ന വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് 101 ഫിക്സഡ് ആണ്. ഇനി നമ്മുടെ കഥ ഓർത്തിരിക്കുക, മെന്റലീവിന്റെ നോബൽ സമ്മാനം എന്നാണ്. സോ 101 കഴിഞ്ഞാൽ 102 ആയിട്ട് വരുന്ന ആരാണ്? നൊബേലിയമാണ്. 102. ഇവിടെ പിന്നെ സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ A തന്നെ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നത്. സോ 102 നൊബേലിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In 1955, which synthetic element is provisionally named Mendelevium in honor of Dmitry Mendeleev, who created the first one of the periodic tables? അപ്പോൾ മെന്റലീവിന്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ള മൂലത്തിന്റെ പേര് മെന്റലീവിയം എന്നാണ്. നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ 101 നിന്നാണ്. സോ 101 ആരാണ്? മെന്റലീവിയം ആണ്. 101 മെന്റലീവിയം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 101 മെന്റലീവിയം. യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ബോറിയം? ബോറിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സെറ്റിന് ശേഷമുള്ള ഒരു മൂലകമാണ് ബോറിയം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സെറ്റായിട്ട് പഠിച്ചത് 101 തൊട്ട് 106 ആണ്. സോ 106 അവസാനിക്കുന്നത് സീബോർഗിയമാണ്, സീബോർഗിയം. ദെൻ അടുത്ത സെറ്റ് 107 തൊട്ട് 110 വരെ ബോർ ഹാസ് മെറ്റ് ധർമ്മജൻ അല്ലെ, ബോർ ഹാസ് മെറ്റ് ധർമ്മജൻ.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബോർ ഫസ്റ്റ്. സോ ബോറിയം ഏതാണ് വരുന്നത്? 107. ഓപ്ഷൻ ബി ആണ് 107. ഓപ്ഷൻ ബി 107. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിഫിഷ്യൽ എലമെന്റ് ഹാസ് ബീൻ പ്രൊവിഷണലി നെയ്മഡ് സീബോർഗിയം ബൈ അമേരിക്കൻ റിസർച്ചേഴ്സ് ഇൻ ഹോണർ ഓഫ് നോബൽ ലോറേറ്റ് ഗ്ലെൻ ടി സീബോർഗ്. സീബോർഗിയം എന്ന പേരുള്ള മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണെന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. സോ സീബോർഗിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് സെറ്റിൽ പെടുന്നതാണ്. 101 തൊട്ട് 106 വരെയുള്ള ആ സെറ്റിൽ. സോ 106 ആണ് ആര്? സീബോർഗിയം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് എ റൈറ്റ് ആൻസർ. യെസ്. അപ്പോൾ 101 തൊട്ട് 118 വരെയുള്ള മൂലങ്ങളെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ ഒറ്റയടി സീരീസിന്റെ ട്രിക്കുമായിട്ട് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലും കണ്ടുമുട്ടാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മുടെ SSC CGL സെലക്ഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ വെറും 5,999 രൂപയ്ക്ക് നിങ്ങളൊരു SSCയുടെ ഏതൊരു എക്സാം ആസ്പിറൻ്റ് ആണെങ്കിലും, CGL ആണെങ്കിലും CHSL ആണെങ്കിലും CPO ആണെങ്കിലും നിങ്ങൾക്ക് ബേസ് തൊട്ടുള്ള പഠനമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേരാവുന്ന ഒരു ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്ന് പറയുന്നത്. സോ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് 8714418777. ഓക്കെ. ദെൻ അടുത്തത്, നിങ്ങളൊരു ക്രാഷ് കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ CGL എക്സാം വരാൻ പോവാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ പ്രിലിംസ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ബേസിനെ പറ്റി അത്യാവശ്യം ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചൊരു ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. കോഴ്സ് ഫ്രീ എന്ന് പറയുന്നത് വെറും 1999 രൂപയാണ്. നിങ്ങൾക്ക് ഇതേ നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. സോ ഇനിയും ഇതുപോലുള്ള ഒറ്റയടി സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.